എല്ലാവർക്കും എല്ലാം ഉണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ല. അങ്ങനെയെല്ലാം തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? അങ്ങനെയൊന്നും തോന്നണ്ടപ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നേ, എല്ലാം ശരിയാവും. പോയിട്ട് നല്ലൊരു ദം ബിരിയാണി ആക്കി. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാൻ ആവേശം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പടം കണ്ടിറങ്ങി. ഫഹദ് ഫാസിൽ ഉഷാറായിരുന്നു, പക്ഷേ പടം ആകെ മൊത്തത്തിൽ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. അങ്ങനെ ആ പടം കണ്ട ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റായിട്ട് ഒരു സ്പോട്ടിൽ ഫുഡ് അടിക്കാൻ കയറിയ ഒരു ചൂട് ഹോട്ട് ആൻഡ് സോൾ ചിക്കൻ സൂപ്പ് പറഞ്ഞ് അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ലേശോ മാഞ്ചോ വാങ്ങിച്ചേട്ടാ. എന്നിട്ട് അതെല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് കോരി എടുത്തിട്ട് ഊതി ഊതി അങ്ങോട്ട് കുടിച്ചേ. അതിന് ശേഷം മെയിൻ കോഴ്സ് ഐറ്റംസ് ഓർഡർ ചെയ്ത്. അപ്പം കുൽച്ചി ഉണ്ട്, തന്തൂരി റൊട്ടി ഉണ്ട്, പിന്നെ ഗ്രേവി ഐറ്റംസ് ആയിട്ട് ചിക്കൻ മഹാറാണി ഉണ്ട്, ചിക്കൻ ദിൽക്കുഷും ഉണ്ട്. ഒരു റൈസ് ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസാണ്. 2 മുട്ടേൻ്റെ വലിയ ഓംലേറ്റിൽ ഈ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് നല്ല വൃത്തിയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് സെർവ് ചെയ്തത്. കാണുമ്പോൾ ഇത് കുറച്ചൊരു സ്പൈസി ഫ്ലേവറുള്ള പോലെയാണ് തോന്നുന്നത്. ബാക്കി കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പം കുറച്ചെടുത്തിട്ട് എൻ്റെ പ്ലേറ്റിൻ്റെ സൈഡിലാണ് വിളമ്പിയിട്ടുണ്ട്. എല്ലാം നമ്മളെ കയ്യെത്തും ദൂരത്ത് നമ്മളെ മുമ്പിലുള്ള പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വിളമ്പി വെച്ചാൽ പിന്നെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ പ്ലേറ്റിലും ഇപ്പുറത്തെ പ്ലേറ്റിലൊന്നും ഇടക്കിടക്ക് കൈയിടേണ്ട ആവശ്യമില്ലല്ലോ. അന്നേരം ആ ഒരു ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ എനക്കാരും വരാനും പോകാനും കാത്തു നിൽക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങും. പിന്നെ പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല എന്നും പറയണ്ട. അപ്പോൾ ഇപ്പം എൻ്റെ പ്ലേറ്റിലുള്ളത് കുൽച്ചി ഉണ്ട്, പിന്നെ ലേശ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ചിക്കൻ മഹാറാണി ഉണ്ട്, ദിൽക്കുഷുണ്ട്, ചിക്കൻ ദിൽക്കുഷുണ്ട് കേട്ടോ. അപ്പോൾ ആ കുൽച്ചേൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് കീറിയെടുത്തിട്ട് ആ ചിക്കൻ മഹാറാണീൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച് പിന്നെ ആ ലേശ അതിൻ്റെ ഗ്രേവിയിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ സാധാരണ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ചിക്കൻ്റെയും പിന്നെ ഈ മുഗളായി ചിക്കൻ്റെയൊക്കെ ഒരു റിച്ച് ഫ്ലേവറിലെ ഓൾമോസ്റ്റ് ആ ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഈ ചിക്കൻ മഹാറാണിക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ആ ഫ്ലേവർ നല്ല പോലെ ആ ചിക്കൻ്റെ അങ്ങ് തായോട്ട് വരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടേനു. അല്ലാൻ്റെ മോനെ അതാ ഏലക്കായി അതാറ്റം കഴിക്കുന്നതിനിടയ്ക്ക് വായിലായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ കംപ്ലീറ്റ് മൂടും പോവേ. അപ്പോൾ ആ ചിക്കൻ മഹാറാണി കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ചിക്കൻ ദിൽക്കുഷ് കഴിച്ചു നോക്കി. അങ്ങനെ കുൽച്ച രണ്ടും ആ ചിക്കൻ ഗ്രേവിയിലെല്ലാം നല്ലോണം മാറി മാറി മുക്കിയിട്ടെല്ലാം കഴിച്ചു നോക്കിയില്ലല്ലേ. ഇനി എന്നാൽ പിന്നെ ലേശോ ഈ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കില്ലേ അല്ലേ. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, ഇത് പെർഫെക്റ്റ്ലി കുക്ക്ഡുമാണ്, ഫ്രൈഡുമാണ്. പിന്നെ ഓരോ അരിമണിയും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ഒരു ബന്ധമില്ലാത്ത പോലെ വിട്ട് നിൽക്കുന്നുണ്ടേനും. എനിക്ക് കിട്ടിയ സ്പെഷ്യൽ ഫ്രൈഡ് റൈസിലുണ്ടായിരുന്നത് വെജീസ് ഉണ്ടേനും, പിന്നെ പനീർ ഉണ്ടേനും, പിന്നെ ചെമ്മീൻ ഉണ്ടേനും. ഇനി വേറെ ഒന്നും ഉണ്ടേനോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കിട്ടിയത് ഇതൊക്കെയായിരുന്നു. ദിൽക്കുഷ് ചിക്കനും ആ ഫ്രൈഡ് റൈസും ഒരു കോമ്പിനേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ആ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ. അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം വീണ്ടും റൊട്ടിയിലോട്ടേക്ക് കടന്നു. ഈ റൊട്ടി ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ ലേശം ഒന്ന് ലേറ്റ് ആയി പോയതുകൊണ്ട് തന്നെ റൊട്ടി കുറച്ചൊന്ന് ഹാർഡായി നീങ്ങുക. അപ്പോൾ ഈ തന്തൂരി റൊട്ടീൻ്റെ കൂടെ ദിൽക്കുഷ് ചിക്കൻ ചേർത്ത് പിടിച്ചിട്ട് പിന്നെ ആ സ്പെഷ്യൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വന്ന ഓംലേറ്റില്ലേ അതും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കഴിച്ചു നോക്കിയത്. അപ്പം ഞാൻ ഇവിടുന്ന് കഴിച്ച ചിക്കൻ മഹാറാണി ആയാലും പിന്നെ ദിൽക്കുഷ് ചിക്കൻ ആയാലും തന്തൂരി റൊട്ടി ആയാലും കുൽച്ചി ആയാലും പിന്നെ ആ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആയാലൊക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് ആ ചിക്കൻ മഹാറാണിയും ആ സ്പെഷ്യൽ ഫ്രൈഡ് റൈസും ആയിരുന്നു. പിന്നെ ആ ഫ്രൈഡ് റൈസിൽ മഷ്റൂം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയിന്. അവസാനം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ലൈം ടീയും കുടിച്ച് വിത്തൗട്ട്. ആ ലൈം ടീ ഒരിക്കൽ കുടിച്ചാലേ അത് പിന്നെയും നമ്മളെ കുടിക്കാൻ വല്ലാണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ തളാപ്പ് പാമ്പൻ മാധവൻ റോഡിലുള്ള റാന്തൽ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ നേരെ പോയത് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ മൂപ്പരെ കണ്ട് ഒരു 5 മിനിറ്റ് നേരെ സംസാരിച്ചേരം തന്നെ ചങ്ങായി എന്നോട് ചോദിച്ച് ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ലയെന്ന്. എന്നാൽ ആ ഫുഡ് കഴിച്ചിട്ട് വരാം നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും മൂപ്പരും കൂടെ ഫുഡ് കഴിക്കാൻ പിന്നെയും പോയി. മൂപ്പർക്ക് ചൈനീസ് ഫുഡ് കഴിക്കാനായിരുന്നു താല്പര്യം, നമുക്ക് പിന്നെ എന്തും പോകല്ലോ. അങ്ങനെ ഞാൻ മൂപ്പരെയും കൂട്ടിയിട്ട് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൈനീസ് ഫുഡ് കഴിക്കുന്ന ആ റെസ്റ്റോറൻറ്റിലോട്ടേക്ക് പോയി. എന്നിട്ട് ആദ്യം തന്നെ അവിടുന്ന് 2 സൂപ്പ് കുടിച്ചേ. ഒരു ടോമിയം സൂപ്പും പിന്നെ ഒരു ചിക്കൻ ക്ലിയർ സൂപ്പോ പറഞ്ഞത് രണ്ടും 1/2 ആക്കിയിട്ട് 2 സൂപ്പും അങ്ങോട്ട് ഊതി കുടിച്ചതിന് ശേഷം ചിക്കൻ ലോലിപോപ്പ് കഴിച്ച് അതിന് ശേഷം ചില്ലി ചിക്കൻ ഓർഡർ ചെയ്ത്. ചിക്കൻ ലോലിപോപ്പ് നല്ല ക്രിസ്പിയാണ്, പക്ഷേ ലേശം ഉപ്പ് കൂടി പോയിന് കേട്ടോ. പിന്നെ എന്തോ ഒരു മസാലേൻ്റെ വല്ലാത്തൊരു ഡോമിനൻസ് എനിക്ക് ഫീൽ ചെയ്തു. നല്ല സോഫ്റ്റ് ആയിരുന്നു ഈ ചില്ലി ചിക്കൻ. ഇനി ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റെല്ലാം ഉണ്ട്, പക്ഷേ ചില്ലി ചിക്കൻ്റേതായിട്ടുള്ള ആ ഒരു യുണീക്ക് ഫ്ലേവർ ഉണ്ടല്ലോ, മറ്റേ ഫ്ലേവർ മനസ്സിലായില്ലേ, അത് എവിടെയും എനിക്ക് ഫീൽ ചെയ്യില്ലേ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം കഴിച്ച 2 സൂപ്പും ഉണ്ടല്ലോ, ആ ക്ലിയർ സൂപ്പും പിന്നെ ടോമിയം സൂപ്പും രണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ മെയിൻ കോഴ്സ് ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വാങ്ങിച്ച ബ്രെഡ് ഐറ്റംസ് 3 ബട്ടർ നാനും 2 തന്തൂരി റൊട്ടിയാണ്. ആ 3 ബട്ടർ നാനിൽ 2 ബട്ടർ നാനിൽ മാത്രമേ ബട്ടർ ആക്കിയിട്ടുള്ളൂ, ഒരു ബട്ടർ നാനിൽ ബട്ടർ ആക്കാൻ ചങ്ങായി വിട്ടുപോയിന്ന് തോന്നുന്നു. ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ബട്ടറില്ലാത്ത ബട്ടർ നാനാണ് എടുത്തത്. വെറുതെ അനാവശ്യമായിട്ട് വേറ്റകത്താക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ബട്ടർ നാൻ ഓർഡർ ചെയ്തത് മറ്റേ ചങ്ങായിയാണ്. അപ്പം പിന്നെ ആ ബട്ടർ നാനും ഇതെന്തെങ്കിലും സാധനം ഇത് ഹനാൻ പ്രോൺസിനും. അപ്പോൾ ഹനാൻ പ്രോൺസും നാനും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ഈ ഹുനാൻ പ്രോൺസ് ഉണ്ടല്ലോ, ഇതൊരു രക്ഷയുണ്ടായിട്ടില്ലേ. ആ ഒരു സ്വീറ്റ് ഫ്ലേവറൊക്കെ റൈറ്റ് ഓൺ പോയിൻ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു ടാങ്കിനെസ് ഒക്കെ ഉണ്ടായിരുന്നേ.
പിന്നെ പ്രോൺസും പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പതുക്കെ പിന്നെ എൻ്റെ പ്ലേറ്റിലോട്ട് കോരിയിട്ടത് ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു. അപ്പം ഡ്രാഗൺ ചിക്കനും പിന്നെ ഈ ബട്ടർ ഇല്ലാത്ത ബട്ടർ ഞാനും കൂടി ഇതാ ഒരുമിച്ച് ചേർത്തിട്ട് കഴിച്ചു നോക്കിയേ. ഡ്രാഗൺ ചിക്കൻ അങ്ങനെ ഓവർ സ്വീറ്റ് ഫ്ലേവറേ ഉണ്ടായില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ അങ്ങനെ മടുപ്പിക്കുന്നേ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ബട്ടർ നാനും ഡ്രാഗൺ ചിക്കനും കൂടെ കഴിച്ചതിന് ശേഷം പിന്നെ തന്തൂരി റൊട്ടിയും ഡ്രാഗൺ ചിക്കനും കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ലേശം ഡ്രാഗൺ ചിക്കൻ ഞാൻ എൻ്റെ പ്ലേറ്റിൻ്റെ സൈഡിലോട്ടേക്ക് വീണ്ടും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് തന്തൂരി ചിക്കൻ്റെ കൂടി ഇതാ, തന്തൂരി ചിക്കൻ അല്ലട പൊട്ട, തന്തൂരി റൊട്ടി, എപ്പം നോക്കുമ്പോൾ ചിക്കൻ്റെ വിചാരമുള്ളൂ. അപ്പോൾ തന്തൂരി റൊട്ടിയും ഡ്രാഗൺ ചിക്കനും കൂടെ ചേർത്ത് വെച്ച് നേരം അതിൻ്റെ അടുക്ക് അണ്ടിപ്പരിപ്പ് വെക്കാൻ വിട്ടു. ഇനി പിന്നെ ഒരു അണ്ടിപ്പരിപ്പും കൂടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചേ. പിന്നെ അവസാനം 2 ചിക്കൻ ലോലിപോപ്പ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഞാനും കഴിച്ച് ഒന്ന് മൂപ്പരും കഴിച്ചേ. അപ്പോൾ ഈ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. നമ്മുടെ കണ്ണൂർ ബെല്ലാട് റോഡിലെ ഷിഫോണറ്റ്സ് ആണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് അതിൻ്റെ തൊട്ടപ്പുറത്തെ ബിഗ് റിലാക്സിലോട്ടാണ്. ഇവിടുത്തെ തിക്ക് മാംഗോ ഷേക്ക് എൻ്റെ ഒരു ഫേവറേറ്റാണ്. അപ്പം മൂപ്പര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂപ്പര് കൂടെ പോയി. മൂപ്പർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനും ഒരു ഷേക്ക് അങ്ങോട്ട് കുടിച്ചിനെ. അപ്പം ശരിയേ.